ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചപ്പാത്തിക്കും ചോറിനോ പൂരിക്ക് അതുപോലെ ദോശക്കൊക്കെ പറ്റിയ കിടിലൻ കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചക്കക്കുരു ആണ്. ഈ ഒരു സീസണിൽ മിക്ക വീടുകളിലും ഇത് ഉണ്ടാവില്ലേ? അപ്പോൾ ഉള്ളവർ ഇതൊന്ന് റെഡിയാക്കി നോക്കാം. ഇതൊന്ന് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വരിക. ഈ ഒരു ബ്രൗൺ കളറിൽ കാണുന്ന തൊലി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കളയാം. ഞാനത് കളയുന്നില്ല. ഇനി ഇതാ ഈ ഒരു വലുപ്പത്തിൽ പീസാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 പച്ചമുളക്, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്തെടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. 4-5 വിസിൽ വരെ വേവിച്ചെടുക്കുക. നമുക്കിത് അതിനുശേഷം ഉടച്ചെടുക്കാനുള്ളതാണ്. നല്ല പോലെ തന്നെ വെന്തിയിട്ടിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിതിൽ എക്സ്ട്രാ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഫുള്ളായിട്ട് ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുകൊന്ന് ഇട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വലുപ്പത്തിലുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ക്യാരറ്റും ഉള്ളിയൊന്നും നല്ല പോലെ വെന്ത് കിട്ടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു കറി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.